ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആമോസ് പ്രവാചകന്റെ പുസ്തകം എടുക്കാമോ? പഴയ നിയമത്തിലെ സുന്ദരമായ ഒരു പുസ്തകമാണ് ആമോസിൻ്റെ പുസ്തകം. 9 അധ്യായങ്ങളേ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും അവസാനത്തെ അധ്യായം, അവസാനത്തെ പാരഗ്രാഫ് നമ്മളൊന്ന് വായിക്കുമ്പോൾ, ഇസ്രായേലിന് പ്രതീക്ഷ. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ വചനം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമോസ് പ്രവാചകന്റെ പുസ്തകം എടുക്കാം, 9-ാമത്തെ അധ്യായം, അതിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം കിടന്നുറങ്ങാം കേട്ടോ. 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും, കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയകാലത്തെന്ന പോലെ പണിതുയർത്തും. ദാവീദിൻ്റെ തകർന്നുപോയ കൂടാരത്തെ ഞാൻ പുനർനിർമ്മിക്കും, ഉയർത്തും, പഴയകാലത്തെന്ന പോലെ അതിനെ ഞാൻ പണിതുയർത്തും. ഈ വചനം വായിക്കുമ്പോൾ ശരിക്കും നമുക്ക് വേണ്ടി തന്നെ പേഴ്സണലി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം കേട്ടോ. ഈശോ എന്നെ ഉയർത്തും, തകർന്നു കിടക്കുന്ന എൻ്റെ ജീവിതാവസ്ഥകളെ ഈശോ പണിതുയർത്തും. നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ഇത് അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കുക. ഈശോ നിന്നെ ഉയർത്തും, നിന്റെ തകർന്നു കിടക്കുന്ന ഈ അവസ്ഥയെ കർത്താവ് പണിതുയർത്തും. ഇപ്പോൾ ജോലിയില്ലാത്ത ഒരവസ്ഥയാണ്, ഇപ്പോൾ സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണ്, വീട്ടിൽ ഇച്ചിരി വഴക്കൊക്കെയാണ്, പഠിക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാണ്, തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ്, വലിയ കടബാധ്യത നിൽക്കുകയാണ്. ഈശോ നിന്നെ ഉയർത്തും. തകർന്ന് കിടക്കുന്ന നിൻ്റെ അവസ്ഥയെ കർത്താവ് പണിതുയർത്തും. നിങ്ങളത് പേഴ്സണലി പ്രാർത്ഥിക്കുമെന്ന് പ്രാർത്ഥിക്കണം. ഈശോയെ, കടം കാരണം തകർന്നിരിക്കുകയാണ്, രോഗങ്ങൾ കാരണം വേദനിച്ച് നിൽക്കുകയാണ്, പ്രിയപ്പെട്ടവരിൽ നിന്നുണ്ടായ സങ്കടം കാരണം, കണ്ണുനീര് കാരണം കലങ്ങി നിൽക്കുകയാണ്. എന്നെ എൻ്റെ കർത്താവ് ഉയർത്തും. തകർന്ന് കിടക്കുന്ന എൻ്റെ അവസ്ഥയെ കർത്താവ് പണിതുയർത്തും. ഈ വിശ്വാസത്തോടെ ഈ ലാസ്റ്റ് പാരഗ്രാഫ് വായിക്കാം. ഒരു വചനം കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കാം. 14-ാമത്തെയും 15-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും, തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും, മുന്തിരിത്തോപ്പുകൾ നട്ടുപിടിപ്പിച്ച് അവർ വീഞ്ഞു കുടിക്കും, അവർ തോട്ടങ്ങളുണ്ടാക്കി ഫലം ആസ്വദിക്കും. എന്ന് വെച്ചാൽ കർത്താവ് വലിയ അനുഗ്രഹം തരുമെന്ന്. അത് ഇസ്രായേലിനൊരു പ്രതീക്ഷയായിട്ട് മാത്രമല്ല. പ്രിയപ്പെട്ട കൂട്ടുകാർ, സഹോദരങ്ങൾ, നിങ്ങളിത് കേൾക്കുമ്പോൾ ഇത് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്തേ. കർത്താവ് എനിക്ക് അനുഗ്രഹം തരും, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, എൻ്റെ ജീവിതത്തെ മുഴുവൻ കർത്താവ് ഫലസമൃദ്ധമാക്കി മാറ്റും. വചനമല്ലേ? വിശ്വാസത്തോടെ അത് ഏറ്റെടുക്ക്. ഇന്ന് തന്നെ ഇത് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. കേൾക്കുന്ന സമയത്ത് തന്നെ കർത്താവ് എനിക്ക് ഫലം തരും, കർത്താവ് എന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. അനുഗ്രഹിക്കട്ടെ. ലാസ്റ്റ് വചനം 15-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവർക്ക് നൽകിയ ദേശത്ത് ഞാൻ അവരെ നട്ടു വളർത്തും, ആരും അവരെ പിഴുതെറിയില്ല. കർത്താവാണ് ഇതരളി ചെയ്യുന്നത്. കർത്താവ് നമ്മളെ അവിടെ പിടിച്ച് നിർത്തുന്നത്. ആരും അവിടുന്ന് പിടിച്ചെറിയില്ലെന്ന്, തകർത്തെറിയില്ലെന്ന്. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ചിലപ്പോൾ വീട്ടിലോ ജോലി സ്ഥലത്തോ ആയിരിക്കുന്ന സ്ഥലങ്ങളിലോ രാജ്യത്തോ ഒക്കെ ഈശോയെ ഇവിടുന്ന് ഇപ്പോൾ പോവേണ്ടി വരും എന്നൊക്കെ പേടിച്ച് നിൽക്കുകയായിരിക്കും. ചിലർ അങ്ങനെ ഒരു സങ്കടത്തേക്ക് നിൽക്കുന്നില്ലേ? ഒത്തിരി പേര് ഇങ്ങനെ ഇമെയിലൊക്കെ പറയുന്നുണ്ട്. ചില രാജ്യങ്ങൾ പ്രത്യേകിച്ച് വിസ തീരാറായി, ജോലി നഷ്ടപ്പെട്ടു പോകും, തിരിച്ച് കയറി പോരേണ്ടി വരും. ചിലപ്പോൾ ചില ജോലി സ്ഥലങ്ങളിൽ നാട്ടിലോ മറ്റു രാജ്യങ്ങളോ എവിടെയായിരിക്കാം, ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, മിക്കവാറും ടെർമിനേഷൻ വരും. പേടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, വചനം ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കുക. കർത്താവെ, നിൻ്റെ ഇഷ്ടം നടക്കണം, നീ എന്നെ നട്ടു വളർത്തണം, നീ എന്നെ പണിതുയർത്തണം. കർത്താവ് എന്നെ പണിതുയർത്തും, എന്നെ നട്ടു വളർത്തും, ആരും എന്നെ പിഴുതെറിയില്ല. ഈ വചനം നിങ്ങൾക്ക് 100 മേനി ഫലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സമാധാനമായിട്ട് കിടന്നുറങ്ങുക, പ്രത്യാശയോടെ നാളെ എഴുന്നേൽക്കുക. കർത്താവിൻ്റെ കൃപ നിങ്ങളെ നയിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.